ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാല മഹോത്സവത്തിൽ നിവേദ്യ ചടങ്ങുകൾക്കായി കാത്തിരിക്കുകയാണ് ഭക്തർ. രാവിലെ 10:15 തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് പണ്ടാരയടുപ്പിലേക്ക് ദീപം പകർന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇത്തവണയും ആയിരക്കണക്കിന് ഭക്തരാണ് പൊങ്കാലയർപ്പിച്ച് കരിക്കകത്തമ്മയുടെ അനുഗ്രഹം തേടിയെത്തിയത്. പൊങ്കാല വിശേഷങ്ങളുമായി MK വിനോദ് കുമാറാണ് ചേരുന്നത്. വിനോദ്, മീനമാസത്തിലെ മകം നാളാണ്. ആ മീനമാസത്തിലെ സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. ആ കൊടും ചൂടിനെയും അവഗണിച്ചുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹം നേടാനായി ലക്ഷങ്ങൾ അവിടെ പൊങ്കാലയ്ക്കായി എത്തിയിരിക്കുന്നത്. എന്താണ് നിവേദ്യ ചടങ്ങുകളൊക്കെ ആരംഭിച്ചോ അവിടെ? പൊങ്കാല നേദ്യ സമർപ്പണം നടക്കുകയാണ്. അതിന്റെ മുഹൂർത്തമാണ് ഇപ്പോൾ നടക്കുന്നത്. പൊങ്കാല സമർപ്പിച്ചിരിക്കുന്നു. തന്ത്രി പുലിയന്നൂർ നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് പൊങ്കാല സമർപ്പണം നിർവഹിച്ചിരിക്കുന്നു. രാവിലെ 10:15 പണ്ടാര അടുപ്പിൽ ഭദ്രദീപം പകർന്ന് പൊങ്കാല നേദ്യത്തിന് തുടക്കം കുറിച്ചുവെങ്കിൽ അതിന്റെ സമർപ്പണം ഇപ്പോൾ നടക്കുകയാണ്. ആ മഹനീയ മുഹൂർത്തത്തിനാണ് ഇപ്പോൾ തിരുവനന്തപുരം പൊങ്കാല സമർപ്പണം കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് അമ്മമാരാണ് ക്ഷേത്ര സങ്കേതത്തിലും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലും കിലോമീറ്ററുകൾ ദൂരത്തിൽ കരിക്കകം ഭഗവതിക്ക് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത്. പൊങ്കാല അർപ്പിച്ച് ഭക്തർക്ക് അത് പൊങ്കാല ഇവിടെ സമർപ്പണം നിർവഹിച്ചു കഴിഞ്ഞാൽ എല്ലാ ചരിത്രപ്രസിദ്ധമായ പൊങ്കാല മഹോത്സവത്തിൽ നിവേദ്യ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. 10:15 തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് പണ്ടാരയടുപ്പിലേക്ക് ദീപം പകർന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇത്തവണയും ആയിരക്കണക്കിന് ഭക്തരാണ് പൊങ്കാലയർപ്പിച്ച് കരിക്കകത്തമ്മയുടെ അനുഗ്രഹം തേടിയാൻ എത്തിയിരിക്കുന്നത്. വിനോദ്, തുടരൂ. വിനോദ്, തുടരൂ. ഇപ്പോൾ നിവേദ്യ ചടങ്ങുകൾ ആരംഭിച്ചതായാണ് മനസ്സിലാക്കുന്നത്. സമർപ്പണം നടന്നു വരികയാണ്. തന്ത്രി പുലിയന്നൂർ നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പൊങ്കാല സമർപ്പണം നടന്നിരിക്കുന്നു. അതിന്റെ കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര സങ്കേതത്തിലുള്ള ആയിരക്കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് തന്ത്രി എത്തിയത് ഭഗവതിയുടെ ഉടവാൾ പ്രത്യേകമായി എഴുന്നള്ളിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അത് പ്രത്യേക പീഠത്തിൽ പ്രതിഷ്ഠിച്ച ശേഷമാണ് പൊങ്കാലയുടെ സമർപ്പണം നടക്കുന്നത്. അതുകൊണ്ട് ഭഗവതിയുടെ ഉടവാൾ ദർശിക്കുന്നതിനും നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. ഭഗവതി എഴുന്നള്ളുന്ന സങ്കല്പത്തിൽ ഭഗവതിയുടെ ഉടവാളാണ് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ചിട്ടുള്ളത്. അത് പ്രത്യേക പീഠത്തിൽ പ്രതിഷ്ഠിച്ചാണ് ഇപ്പോൾ പൊങ്കാല സമർപ്പണ കർമ്മം നിർവഹിക്കുന്നത്. തന്ത്രി പുലിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ്, നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പൊങ്കാല സമർപ്പണ കർമ്മം നടക്കുന്നത്. ക്ഷേത്രത്തിന് സങ്കേതത്തിലും ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിലും ഇട്ട ആയിരക്കണക്കിന് പൊങ്കാലകളിലേക്ക് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ 7ാം ഉത്സവ ദിവസം നടക്കുന്ന അതിപ്രധാനവും അതിവിശിഷ്ടവുമായ പൊങ്കാല ചടങ്ങുകളാണ് ഇപ്പോൾ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നാളിലാണ് പൊങ്കാല. ഈ പൊങ്കാലയെ അർപ്പിക്കാൻ തിരുവനന്തപുരത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും ആയിരക്കണക്കിന് സ്ത്രീകളാണ് എത്തിയിരിക്കുന്നത്. വിനോദ്, ഇപ്പോൾ നിവേദ്യം അർപ്പിച്ച് ഭക്തർ മടങ്ങുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഒരുക്കങ്ങളെല്ലാം? വിനോദ്, പൊങ്കാല ചടങ്ങുകൾ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിവേദ്യമൊക്കെ തളിച്ചു. ഭക്തർ ആത്മസായുജ്യം അടഞ്ഞ് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്.
എങ്ങനെയാണ് ഭക്തർക്കുള്ള ക്രമീകരണങ്ങളൊക്കെ വിനോദ് അവിടെ? വിനോദ്, ഭക്തർ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ക്ഷിപ്രപ്രസാദിനെയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയുമായ ശ്രീ രക്തചാമുണ്ഡി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് കരിക്കകം. ഇവിടെ രൗദ്രഭാവത്തിലുള്ള രക്തചാമുണ്ഡി ദേവിയുടെ ചുവർചിത്രം ഉണ്ട്. അതിന് നൂറ്റാണ്ടുകൾ പഴക്കം കൽപ്പിക്കപ്പെടുകയാണ്. പണ്ട് രാജഭരണകാലത്ത് നീതി നിർവഹണത്തിന് വേണ്ടി ഈ സങ്കേതത്തിൽ വന്ന് സത്യം ചെയ്യുക എന്നത് ഒരു ചടങ്ങായിരുന്നു. അങ്ങനെയാണ് സത്യത്തിന് പേരുകേട്ട ക്ഷേത്രം എന്നുള്ള നിലയിലേക്ക് കരിക്കകം ക്ഷേത്രം പ്രശസ്തമാകുന്നത്. ഏറ്റവും രസകരമായ കാര്യം, കോടതി, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലൊക്കെ തെളിയാത്ത കേസുകൾക്ക് ഈ നടയിൽ വന്ന് സത്യം ചെയ്യുന്നത് ഒരു നിത്യസംഭവമായി മാറുകയാണ്. വിനോദ്, കേൾക്കാമോ? വിനോദിന് കേൾക്കാമോ? അവിടെ ചടങ്ങുകൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇനി അങ്ങോട്ടുള്ള ചടങ്ങുകളൊക്കെ എന്തൊക്കെയാണ്? നിന്നത് ഇപ്പോൾ അതിന്റെ മുഹൂർത്തം പൊങ്കാല സമർപ്പണത്തിനായി തന്ത്രി പ്രത്യേകം തയ്യാറാക്കിയ പൊങ്കാല ആദ്യം അതിന്റെ സമർപ്പണ കർമ്മം നിർവഹിച്ചു. ഭഗവതിയുടെ ഇടവാൾ പ്രത്യേകമായി എഴുന്നള്ളിച്ച് പീഠത്തിൽ പ്രതിഷ്ഠിച്ച് പ്രത്യേക പൂജകൾ നടത്തിയാണ് അവിടെ സമർപ്പണവും ആയിരക്കണക്കിന് അടുപ്പുകൾ അവിടെ കളിക്കാനുള്ള നിരവധി
യാത്രയായി എല്ലാ പൊങ്കാല വിന്യാസം നടത്തിയോടുകൂടി എല്ലാ ഭക്തരും പ്രാർത്ഥനയൊക്കെ നടത്തി അവർ യാത്രയായി ഈ വർഷത്തെ പൊങ്കാലയിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ കരിക്കടം ക്ഷേത്രത്തെ പൊങ്കാല അർപ്പിക്കാനായി എത്തിയത്. നീലിമ. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ 7ാം ഉത്സവ ദിവസം നടക്കുന്ന അതിപ്രധാനവും അതിവിശിഷ്ടവും ആയിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതുമായ ചടങ്ങാണ് പൊങ്കാല. ഇപ്പോൾ പൊങ്കാല ചടങ്ങുകൾക്ക് സമാപനമായിരിക്കുകയാണ്. രാവിലെ 10:15 തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് പണ്ടാരയടുപ്പിലേക്ക് ദീപം പകർന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇത്തവണയും ആയിരക്കണക്കിന് ഭക്തരാണ് പൊങ്കാലയർപ്പിച്ച് കരിക്കകത്തമ്മയുടെ അനുഗ്രഹം തേടിയെത്തിയത്. ഇപ്പോൾ നിവേദ്യ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഭക്തർ മടങ്ങുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇനി അടുത്ത മീനമാസത്തിലെ മകം നാളിലേക്കുള്ള കാത്തിരിപ്പാണ്. അമ്മയുടെ അനുഗ്രഹത്തിനായി തിരുവനന്തപുരത്തിന് പുറത്തും അകത്തുനിന്നുമൊക്കെ ആയിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് പൊങ്കാലയിട്ട് മടങ്ങുന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.